അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈയിടെയായി പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ താരിഫ് 90 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ചൈന ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും എതിരെയുള്ള റെസിപ്രോക്കൽ താരിഫാണ് 90 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. അതേസമയം ചൈനയ്ക്ക് മുകളിൽ 125% താരിഫുമായി അമേരിക്ക മുന്നോട്ട് പോവുകയുമാണ്. ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അമേരിക്കൻ മാർക്കറ്റിൽ റിക്കവറിയുടെ സിഗ്നൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒട്ടുമിക്ക രാജ്യങ്ങളുമായും അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് തയ്യാറായതും ഉടൻ തന്നെ റെസിപ്രോക്കൽ താരിഫ് താൽക്കാലികമായെങ്കിലും നിർത്തലാക്കും എന്നുള്ള പ്രതീക്ഷയുടെയും പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി അമേരിക്കൻ മാർക്കറ്റിൽ റിക്കവറി വന്നത്. കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടുകൂടി മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 2008 ശേഷമുള്ള ഏറ്റവും മികച്ച ഇൻട്രാഡേ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 7.87% ഉയർന്നു. S&P 2008 ശേഷമുള്ള ഏറ്റവും മികച്ച ഇൻട്രാഡേ പെർഫോമൻസ് കാഴ്ചവെക്കുകയും 9.52% ഉയരുകയും ചെയ്തു. നാസ്ഡാക്ക് 2001 ശേഷമുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻട്രാഡേയിൽ 12% ഉയരുകയും ചെയ്തു. സ്മാൾ ക്യാപ് ഇൻഡെക്സുകൾ 8.66% ഉയർന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ പോസിറ്റീവ് മൊമെൻറ്റം പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡിസസുകൾ 7% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ കൊറിയൻ ഇൻഡിസസുകൾ അതായത് കോസ്പിയും കോസ്ഡാക്കും 4.5% മുകളിലും 5% മുകളിലും ട്രേഡ് ചെയ്യുന്നു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുക. കാരണം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ തുടക്കത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് നിഫ്റ്റി 600 പോയിന്റ് അല്ലെങ്കിൽ 2.5% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഇമ്പാക്റ്റും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ തന്നെ വളരെ പ്രധാനം 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇന്ത്യയുടെ RBIയുടെ CPI ഫോർകാസ്റ്റാണ്. CPI ഫോർകാസ്റ്റ് അതായത് ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് 4% കുറച്ചിട്ടുണ്ട്. ഇത് വരും സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മാക്രോ സ്റ്റെബിലിറ്റിയെയും ഗ്രോത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിന് മികച്ച തുടക്കം വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. IT, മെറ്റൽ, ഫാർമ, PSU ബാങ്ക് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സും സ്മാൾ ക്യാപ് ഇൻഡെക്സും 0.5%, 0.9% ഇടിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കയിലെ മിഡ് ക്യാപ്, സ്മാൾ ക്യാപ് ഇൻഡെക്സുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും അതിൻ്റെ ഇമ്പാക്റ്റ് പ്രതിഫലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം അല്ലെങ്കിൽ മികച്ച ഒരു സ്റ്റാർട്ടിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 2% ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിൽ 22,850, 23,000 തുടങ്ങിയ റെസിസ്റ്റൻസ് സോണിനടുത്തായിരിക്കും മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുക. റെസിസ്റ്റൻസ് സോണിന് അടുത്ത് വരുന്നതുകൊണ്ട് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 22,650 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കും. 22,650 താഴെ 22,500 ആയിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി 22,850 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 3 ദിവസം മുമ്പേ ഫോം ചെയ്തിരിക്കുന്ന ഒരു ബിയറിഷ് ക്യാൻഡലിൻ്റെ ടോപ്പും ബോട്ടവും ലെവലായിരിക്കും അടുത്ത ഹഡിലായി പ്രവർത്തിക്കുക. അതായത് 23,200, 22,850 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 23,200 ആയിരിക്കും അടുത്ത പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 23,200 മുകളിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കുള്ള ബിയറിഷ്നെസ് അവസാനിച്ച് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ബൈയിങ് സൈഡിലേക്ക് മാറിയെന്ന് നമ്മൾക്ക് അനുമാനിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്